ഹായ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. CMA ഫൗണ്ടേഷൻ എക്സാം ഒക്കെ എഴുതി അല്ലേ എല്ലാവരും? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പം സ്റ്റുഡൻസിൻ്റെ അഭിപ്രായത്തിന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യമാണ്. നമ്മുടെ പേപ്പർ 3 എന്ന സബ്ജക്റ്റ് കുറച്ച് ഹാർഡായിരുന്നു. കുറച്ച് ഹാർഡായിരുന്നു. സോ എന്ത് ചെയ്യും എന്ന ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ എക്സാം റിസൾട്ട് വരുന്നവരെ വലിയ പേടിക്കുകയോ അല്ല ഭയപ്പെടുകയോ ഒന്നും ചെയ്യില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഈ ടഫാണെന്ന് പറഞ്ഞാലും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള മാർക്ക് പേപ്പർ 3 തരും. എന്നുവെച്ചാൽ അക്കൗണ്ട്സും എക്കണോമിക്സ് ഈസി ആയിരുന്നു. കോമൺലി ഓവറോൾ എല്ലാ സ്റ്റുഡൻസും തന്നെ അക്കൗണ്ട്സും എക്കണോമിക്സ് ഈസി ആയിരുന്നു. കുറച്ച് ടഫ് വന്നത് പേപ്പർ 3യും ലോയും ആണ് വന്നത് ആണല്ലോ. ഈ ലോയ്ക്കും നമുക്ക് ടെസ്റ്റൊക്കെ വായിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, കുറേ മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ മാത്സ് എന്ന പേപ്പർ വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പർ വരുമ്പോൾ ടഫ് അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയെന്ന് വെച്ചാൽ നിങ്ങൾ ആ ടഫ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പേടിച്ചു പോയി, ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഫിയർ വന്നു. സോ അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഫെയിൽ ആവുകയാണെങ്കിൽ ഫെയിൽ ആവാനുള്ള ചാൻസ്. സോ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടത്. എന്തായാലും ഏത് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഇനി കൺട്രോൾ ഒന്നുമില്ല. സോ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാണെന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ പ്രോപ്പറായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കൺസെപ്റ്റ്, നമുക്ക് നമ്മുടെ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം കൃത്യമായിട്ട് കൺസെപ്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഉപരി നമ്മൾ കൺസെപ്റ്റുകളാണ് നന്നായി പഠിക്കണം. കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കുറച്ചല്ലാതെ വളഞ്ഞു മുക്കി പിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ കുറച്ച് പാട് വരുള്ളൂ. എന്നാൽ പോലും കൺസെപ്റ്റ് അറിയാമെങ്കിൽ അത് വെച്ച് എങ്ങനെയെങ്കിലൊക്കെ ആ ചാപ്റ്റേഴ്സ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുകയാണ്, നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, ഒരു ടൈമെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യണം. മിനിമം 3 to 4 ടൈമൊക്കെ സോൾവ് ചെയ്താൽ സൂപ്പറാണ്. നിങ്ങൾക്ക് എക്സാം കണ്ണും പൂട്ടി നിങ്ങൾ പാസ്സാവുന്നുള്ളവരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സാധ്യതയാണ്. സോ നമ്മളുടെ കുറച്ച് മിസ്റ്റേക്ക്, പക്ഷെ എന്ത് കാര്യം തന്നെയാണ്, റിസൾട്ട് എന്ത് തന്നെയായാലും ബി പോസിറ്റീവ്. പാസ്സായ നിങ്ങൾ ഇന്ററിലേക്ക് ഫെയിൽ ആയാലും ടെൻഷൻ തുടങ്ങേണ്ട. കാരണം എന്തുകൊണ്ടാണ് ഫെയിൽ ആയ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നെക്സ്റ്റ് എക്സാമിലേക്ക് നിങ്ങൾക്ക് ജൂണിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് സ്റ്റഡി മെറ്റീരിയൽ മൊത്തം പഠിച്ചിരിക്കണം. രണ്ടാമത് നമ്മൾ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺസെപ്റ്റ് വീഡിയോ വരുന്നത് ഫുൾ കണ്ടിരിക്കണം. ഉറപ്പായിട്ട് 3 ടൈമിങ്ങൾ മിനിമം കണ്ടിരിക്കണം. നമ്മൾ പറയുന്നത് നമ്മുടെ ക്ലാസ് 3 തവണയെങ്കിലും മിനിമം കാണണം. അതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കണം, ആ ക്ലാസ് പർച്ചേസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തേക്കണം. നമ്മുടെ ക്ലാസ്സസിന് രീതി CMA ഫൗണ്ടേഷൻ്റെ പേപ്പർ 3യുടെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ കാണാനല്ല 3 ടൈംസ് കാണാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചാണ്. സോ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അവേഴ്സ് ഒന്നുമില്ല, കുറച്ച് അവേഴ്സേ വരുള്ളൂ. അതേ അവേഴ്സ് തന്നെ 3 തവണ വരുള്ളൂ. ആദ്യത്തെ തവണ കാണണമെങ്കിൽ ആദ്യം കുറച്ച് നിങ്ങൾ നിർത്തി പോസ് ചെയ്ത് നോട്ടൊക്കെ ഏതാണുള്ള ഏരിയ ഒക്കെ എടുത്ത് അയക്കുക എഴുതണേ. സോ രണ്ടാമത്തെ ടൈമിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തതിന് വേണ്ടിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമാണ്. സോ കുറച്ച് പോയിന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ഞാൻ പറയുന്നതിൽ നിന്ന് ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. മൂന്നാമത്തെ തന്നെ അതേപോലെ തന്നെ. അപ്പോൾ കുറച്ചുകൂടി കുറച്ച് ചെയ്തിട്ടുള്ളൂ. സോ വീഡിയോ മാത്രം കണ്ടുപോയാൽ മതിയായിരിക്കും. സോ നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ക്ലാസ്സുമായിട്ട് നമ്മൾ ആ പറയുന്ന കൺസെപ്റ്റുമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അറ്റാച്ച് ആവാൻ സാധിക്കും. അപ്പോൾ ആ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റും നിങ്ങൾക്കും തമ്മിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പേപ്പർ 3 എന്ന സബ്ജക്ട് പാസ് ചെയ്യാൻ സാധിക്കും. സോ ടെൻഷൻ അടിക്കേണ്ട. ഇനി തോക്കും, ഉറപ്പായിട്ട് ഞാൻ ഫെയിൽ ആവും, ഞാൻ ജയിക്കാനുള്ള മാർക്കിനുള്ള അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടില്ല, എന്ത് ചെയ്യണ്ടേ, നിങ്ങൾ ഉറപ്പായിട്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. CMA ഫൗണ്ടേഷൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് എനിക്ക് അറിയില്ല, പാസ്സാവും ഇല്ലയോ എന്ന് അറിയില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, CMA ഇന്ററിന്റെ അകത്തും CMA ഫൗണ്ടേഷൻ കോമൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തുടങ്ങാം. സോ പാസ്സായാലും നിങ്ങൾക്ക് ഇന്ററിന് ഉപകാരപ്പെടും, ഫെയിലായാൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എന്നത് യൂസ് ചെയ്യാൻ സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കംഫർട്ടായിട്ട് ഫെയിൽ ആവും. ഞാൻ അല്ല ജൂണിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന, സ്പെഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ, ഡിസംബർ അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പം തന്നെ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ലഭ്യമാണ്. വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ക്ലാസ്സസ് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ CMAയുടെ അപ്ഡേഷനൊക്കെ ആയിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ CMA ഫൗണ്ടേഷൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ താഴെ കാണുന്ന ഗ്രൂപ്പ് ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഫ്രീ ആണ് കേട്ടോ.